പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് ഒരുപാട് ദുർബലതകളുണ്ട്. പക്ഷെ ഈ ദുർബലതകളുടെ പേരിൽ ഈ കോൺഗ്രസിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വരാനുള്ളത് പിശാചുക്കളാണെന്ന് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞിരുന്നു. തൊണ്ട പൊട്ടുമാറ് പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ എത്രയോ കാലം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് കോൺഗ്രസ് നശിക്കട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് ഇനി കോൺഗ്രസിനെ പഴയ മാതിരി ആക്കാൻ കഴിയോ? ഇപ്പൊ കോൺഗ്രസ് വന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് നേരെ, ആ കുട്ടിക്ക് നേരെ അപരനെ നിർത്തിയവരാണ് ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മേലെ ഫാസിസത്തിന് കടന്നു വരാനുള്ള വഴിമുടക്കികളായി നിന്നത്. അല്ല എന്ന് പറയാൻ പറ്റുമാർക്കെങ്കിലും? ഇന്ത്യ രാജ്യം, ഈ മോഡി എന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പിശാചിന് തുല്യമായി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അപരന്മാരാക്കുന്ന ഈ സർക്കാർ വീണ്ടും വരാൻ പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രാജ്യം സാഗൂതം കാത്തുനിന്ന ഉറ്റുനോക്കിയ ഒരു കുട്ടിയായിരുന്നു രാഹുൽ, അല്ലേ? ആ രാഹുലിനെതിരെ അപരനെ പത്തനംതിട്ടയെന്ന് ഒരു അപരനെ കൊണ്ടുപോയി നിർത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലാക്കണം നിങ്ങൾ. അതോ അപരനായി നിൽക്കപ്പെട്ട ആൾക്ക് ഈ പേര് കിട്ടിയത് എങ്ങനെ അറിയുന്നത്? ഇരട്ടക്കുട്ടികൾ ഉണ്ടായതാണ്. ഒരു കോൺഗ്രസുകാരൻ ആ തന്റെ 2 മക്കൾക്ക് കോൺഗ്രസിനോടും ഗാന്ധി കുടുംബത്തിനോടും രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിനോടുള്ള സ്നേഹം മുഹബത്ത് കൊണ്ട് ഒരു മോന് രാഹുലിനിട്ട്, ഒരു മോക്ക് പ്രിയങ്ക എന്നിട്ട്. അക്കുട്ടിനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ റാഞ്ചിയത്. എന്തിന്? ആ രാഹുലിനെതിരെ എന്ത് ചെയ്യാൻ? അപരനെ നിർത്താൻ. ഫാസിസത്തിന് ഇവര് ചെയ്യുന്ന ഏറ്റവും വലിയ ഇവരെ മഹത്തായ സംഭാവനകളാണിത്. ഇപ്പോഴും പറയണം, ഇപ്പോഴും ഒളിയമ്പുകൾ അതാണല്ലോ. കോൺഗ്രസ് ഇനിയും അതിനെ കുത്താൻ ബാക്കിയില്ല. കോൺഗ്രസ് രാജ്യത്താകെ എന്തായി തകർക്കുന്നതിൽ നിങ്ങൾ കൂട്ടിയേർന്നു. പക്ഷേ നിങ്ങളും തകർന്നുപോയി, അല്ലേ? അത് EMS വിലപിച്ചില്ല. EMS പറഞ്ഞു, നാം കോൺഗ്രസിനെ തകർക്കാൻ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങൾ അത് കേട്ടു. പക്ഷേ പകരം അവർ നമ്മെ ശക്തിപ്പെടുത്തിയില്ല. ആരെ പോയി ശക്തിപ്പെടുത്തി? BJPനെ പോയി ശക്തിപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ചു അതിന്റെ ക്രൂരത. 1985 കാലഘട്ടത്തിൽ അനാവശ്യമായി ഇന്ത്യ രാജ്യത്ത് BJPക്ക് ഈ മണ്ണിലേക്ക് വരാനുള്ള വഴി ഒരുക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് പറക്കണം നിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയെ കൊന്നതിന് ശേഷം പുറത്തിറങ്ങാൻ കഴിയാതെ മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു RSSകാർ, അല്ലേ? RSSനെ നിരോധിക്കപ്പെട്ടു. പിന്നീട് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ഞങ്ങൾ നടത്തില്ല, ഞങ്ങൾ വെറും കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തുള്ളൂ എന്ന് പറഞ്ഞ് ക്ഷമാപണം എഴുതി കൊടുത്തിട്ടാണ് RSSന്റെ നിരോധനത്തെ പിൻവലിച്ചു കിട്ടുന്നത്. പിൻവലിച്ചു കിട്ടിയപ്പോൾ ജനസംഘം എന്ന ഒരു പൊളിറ്റിക്കൽ വേർഷൻ ഉണ്ടാക്കി RSS വേറെ കൊലത്ത് വന്നു. പക്ഷെ ജനസംഘവും ക്ലിക്കായില്ല. 2 നേതാക്കൾ മാത്രം ഗോളിയോർന്നും ഗാന്ധിനഗറിനും ജയിച്ചു വന്നു. ഒന്ന് അഡ്വാനിയും ഒന്ന് വാജ്പേയിയും. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരുത്തരെ ഇന്ത്യൻ ജനത ജയിപ്പിച്ചില്ല. ജനസംഘത്തിന്